എന്നാ ഇവിടെ എല്ലാവർക്കും അറിയാം. കിരൺ പറഞ്ഞ പല ആൾക്കാർക്ക് അറിയാം. എല്ലാവർക്കും അറിയാം. പല ആൾക്കാർക്ക് അറിയാം. എനിക്ക് നേരത്തെ തൊട്ട് ഹോട്ടൽ ഫീൽഡാണ് ഞാൻ ജോലി ചെയ്ത ഹോട്ടൽ ഫീൽഡ്. അവിടെ ഹോട്ടൽ ഫീൽഡായിരുന്നു? ഇല്ല, ഞാൻ അവിടെ ഒന്നും ജോലി ചെയ്തിട്ടില്ല. നാട്ടിൽ വന്ന് പഠിച്ചതാ? ഇവിടെ എല്ലാം മാറ്റി പഠിച്ചതാണ്. അത് ശരി. ഇവിടെ ഒന്നും ജോലി ചെയ്തില്ല. ഇത് കിരൺ. ആസാമിൽ ജനിച്ച കിരൺ ഇപ്പോൾ കോട്ടയം ജില്ലയിലെ കറുകച്ചാൽക്കാരനാണ്. 15 വർഷത്തിലേറെയായി കറുകച്ചാലുമായി ആത്മബന്ധം തുടങ്ങിയിട്ട്. 15 വർഷത്തിനു മുമ്പ് കേരളത്തിലേക്ക് വണ്ടി കയറിയ കിരൺ കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടത്തിക്കൊണ്ടിരുന്ന സ്റ്റാർ ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു തുടക്കം. അവിടെ നിന്നും മറ്റ് ചില ഹോട്ടലുകളിലേക്ക് ജോലി സംബന്ധമായി മാറ്റമുണ്ടായി. ഹോട്ടൽ ജോലി ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാം പഠിച്ച കിരൺ 3 വർഷത്തിനു മുമ്പ് സ്വന്തമായി ഹോട്ടലിട്ടു. കറുകച്ചാലിന് സമീപം മാ എന്ന ഹോട്ടലാണ് കിരൺ സ്വന്തമായിട്ടത്. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പൊറോട്ടയും ബീഫും പോരാതെ ഈ ഹോട്ടലിൽ ചിക്കൻ ഫ്രൈയുമാണ് സ്പെഷ്യൽ ഐറ്റം. കിരണിനെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ തോന്നിയത് മലയാളികളെയും കേരളത്തെയും ഏറെ സ്നേഹിക്കുന്ന മറ്റൊരു നാട്ടുകാരൻ ഇതുപോലെ ഉണ്ടോ എന്ന സംശയത്താലാണ്. കറുകച്ചാലിൽ ആരോട് ചോദിച്ചാലും കിരണിനെ പറ്റി അറിയാം. ഇടയ്ക്ക് മറ്റൊരു ഹോട്ടൽ കൂടി എടുത്തിരുന്നു. എന്നാൽ കച്ചവടം കുറഞ്ഞപ്പോൾ അത് ഉപേക്ഷിച്ചു. മലയാളികളെയും കറുകച്ചാലുകാരെയും ഏറെ സ്നേഹിക്കുന്ന കിരൺ ചില ബുദ്ധിമുട്ടുകളും മലയാളികളാൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു. മദ്യപിച്ചും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും ചിലർ ഹോട്ടലിൽ കയറി സാമ്പത്തികമായും മറ്റു ഭീഷണിയുടെ സ്വരത്തിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് എന്ന് കിരൺ പറയുന്നു. ഇപ്പോൾ വീഡിയോയോ വാർത്തയോ എടുക്കാൻ ആരെങ്കിലും എത്തിയാൽ പഴയതുപോലെ ഉത്സാഹം കാണിക്കാറില്ല. കാരണം അത്തരക്കാരിൽ നിന്നുണ്ടായ മോശ അനുഭവമാണ്. എന്തായാലും കേരളത്തിൽ വന്ന് പച്ചപിടിച്ച ആളുകളിൽ ഈ ആസാംകാരൻ മുന്നിൽ നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് കിരൺ. 15 വർഷം മുമ്പ് കേരളത്തിൽ വന്നതാണ്. ഹോട്ടൽ ജോലിക്കായിട്ട് വന്നതാണ്. ഇപ്പോൾ സ്വന്തമായിട്ടൊരു ഹോട്ടലിൻ്റെ ഉടമയാണ്. അപ്പോൾ കിരണ എങ്ങനെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട്? എങ്ങനെയുണ്ട് ഹോട്ടലിൻ്റെ ഇതൊക്കെ? പോകുന്നുണ്ട്. എന്നാ കേരളത്തിലോട്ട് വന്നത്? ഞാൻ 2008 വന്നു. 2008 വന്നു. എന്നിട്ട് ഹോട്ടൽ ജോലിയായിട്ട് നിൽക്കുമായിരുന്നു? ഹോട്ടലിൽ സ്റ്റാഫായിട്ട് വന്നു, ക്ലീനിങ് സ്റ്റാഫായിട്ട് വന്നത്. അവിടെ തന്നെ പണി പഠിച്ചു. കറുകച്ചാൽ ബസ് സ്റ്റാൻഡിൽ സ്റ്റാർ ഹോട്ടലിൽ പറഞ്ഞ ഹോട്ടലുണ്ടായിരുന്നു. അവിടെ ക്ലീനിങ് സ്റ്റാഫായിട്ട് വന്ന പാചകം ചെയ്യാനും എല്ലാം ഹോട്ടൽ പണിയെല്ലാം പഠിച്ചിട്ട് പിന്നെ പല കടകളുടെ കറുകച്ചാൽ നിന്നിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ 3.5 വർഷമായി. 3 വർഷം കൊണ്ട് ഇവിടെ ഉണ്ട്. ഈ കറുകച്ചാൽ ആദ്യമായിട്ട് വരുന്നതും കറുകച്ചാലായിരുന്നു? കറുകച്ചാൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം ഏതാ? കറുകച്ചാൽ വിട്ടിട്ട് വേറൊന്നും ഇല്ല. നാട്ടിലൊക്കെ പോയിട്ടുണ്ടോ? പോകും. ഇപ്പൊ എനിക്കൊന്ന് ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ? വൈഫും കുറ്റുണ്ട്. അത് അവര് സ്ഥിരതാമസമായിട്ട് എത്ര നാളായി? വൈഫും എല്ലാം കൂട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു കട തുടങ്ങുന്നതിന് മുമ്പ് വേണം. 4 വർഷം. 4 വർഷത്തിന് മുമ്പ് വന്നതാണ്. അപ്പൊ അന്നോട്ട് ഇവിടെ താമസമാണ്? ഞാൻ വേറെ കടയിൽ നിൽക്കുന്ന സമയത്ത് വൈഫ് ഉണ്ട്. എന്നെ കൂട്ടുന്നുണ്ട്. അത് ശരി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു രീതി? കുഴപ്പമില്ല. കറുകച്ചാൽ ആൾക്കാരെല്ലാം നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടാണ്. ഇവിടെ അങ്ങനെ കച്ചവടത്തിന്റെ സമയമൊക്കെ എപ്പോഴാണ്? കച്ചവടം ഞാൻ രാവിലെ 7 മണിയാകുമ്പോൾ തുടങ്ങും. വെളുപ്പിന് 2 മണി വരെ. 2 മണി വരെ ഉണ്ട്. രാത്രി 2 മണി വരെ ഉണ്ട്. ഇനിയിപ്പോ സീസൺ വരുമല്ലോ? ശബരിമല സീസൺ വന്നാലും ഈ വഴിക്ക് ഇല്ല. എന്നിട്ടും കച്ചവടം കുഴപ്പമില്ല. പണ്ടത്തേക്കാളും കച്ചവടം കൂടിയോ കുറഞ്ഞോ? ഇല്ല, കുഴപ്പമില്ലാതെ നിൽക്കുമോ? പൊതുവേ ഈ ഹോട്ടൽ ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തോ? എനിക്ക് നേരത്തെ തൊട്ട് ഹോട്ടൽ ഫീൽഡാണ് ഞാൻ ജോലി ചെയ്ത ഹോട്ടൽ ഫീൽഡ്. അവിടെ ഹോട്ടൽ ഫീൽഡായിരുന്നു? ഇല്ല, ഞാൻ അവിടെ ഒന്നും ജോലി ചെയ്തിട്ടില്ല. നാട്ടിൽ വന്ന് പഠിച്ചതാ? ഇവിടെ എല്ലാം മാറ്റി പഠിച്ചതാണ്. അത് ശരി. ഇവിടെ ഒന്നും ജോലി ചെയ്തില്ല. നേരെ കേരളത്തിൽ വന്ന് ഹോട്ടലിൽ കയറി ഇവിടെ തന്നെ എല്ലാം പണി പഠിച്ചു. പഴയ കൂടെ ജോലി ചെയ്ത ആളോ അല്ലെങ്കിൽ ഹോട്ടലിന്റെ ഉടമയൊക്കെ കാണാറുണ്ടോ? ഒന്നുണ്ട്, എനിക്ക് കാണാറുണ്ട്. അവരെന്താ പറയും? ഒന്നും എന്നാ പറയാൻ, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പറയത്തുള്ളൂ. എന്തൊക്കെയാ ഇവിടുത്തെ സ്പെഷ്യൽ? എന്തൊക്കെയാ? എല്ലാം ഉണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പിന്നെ ഉച്ചക്കത്തെ 3 ബിരിയാണി, പിന്നെ രാത്രി ചിക്കൻ ഫ്രൈ. നമ്മുടെ മെയിൻ ചിക്കൻ ഫ്രൈ ആണ് ഇവിടുത്തെ സ്പെഷ്യൽ. ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി. അപ്പോൾ ഈ ആളുടെ ഒക്കെ വരവൊക്കെ രാവിലെയാണോ ഉച്ചക്കാണോ വൈകിട്ടാണോ എപ്പോഴാ? രാവിലെ ഉണ്ട്, തിരക്ക് കുഴപ്പമില്ല. ഉച്ചയ്ക്കും ഉണ്ട്, പിന്നെ രാത്രി. ആസാമിൽ എവിടാ? അസമിലെ ലഖിംപൂരിന് പറയും. അവിടെ ഫാമിലി എല്ലാം അവിടെ തന്നെ? അവിടെ അച്ഛനമ്മ അവിടെയല്ല. അച്ഛനമ്മ അവിടെ തന്നെ. അച്ഛനമ്മയൊക്കെ നാട്ടിൽ വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൊച്ചി ഡെലിവറി സമയത്ത് വന്ന കുഞ്ഞിന്റെ ഡെലിവറിക്ക്. ശരി. ഇഷ്ടപ്പെട്ടോ? നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, 2 ആഴ്ച നിന്നിട്ട് പോയതാ. അത് ശരി. ഇപ്പൊ ഈ കേരളത്തിലൊക്കെ ഒരുപാട് പരിചയക്കാരായോ? ഇവിടെ എല്ലാവർക്കും അറിയാം. കിരൺ പറഞ്ഞ പല ആൾക്കാർക്ക് അറിയാം. കിരൺ പറഞ്ഞ എല്ലാവർക്കും അറിയാം. പല ആൾക്കാർക്ക് അറിയാം. എന്നിട്ട് ഈ നാട്ടുകാരുടെയൊക്കെ സഹകരണം അങ്ങനെ ഈ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എങ്ങനെ സഹകരിക്കുന്നു? ഞാൻ കറുകച്ചാൽ മാത്രമില്ല,
ഇവിടുത്തെ മലയാളികൾ നല്ല സപ്പോർട്ടാണ്. അതായത് ഞാനൊരു വേറെ നാട്ടുകാരനാണ്, എന്നിട്ടും അതെ ഇവിടെ നമ്മളെ സ്ഥിരം കസ്റ്റമർ ഒത്തിരി ഉണ്ട്. നമുക്ക് തിരക്കി വരുന്ന ഒത്തിരി പേരുണ്ട്. കിരണിനെ വിശ്വസിച്ച് വരുന്ന ആൾക്കാരുണ്ട്. നല്ല സപ്പോർട്ടാണ്, നല്ല ഇതാണ്. അപ്പോൾ നമ്മളൊന്ന് ഒരു കാര്യം ആലോചിക്കണം. മലയാളിയുടെ ഒരു പ്രത്യേകതയാണ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ ഒരു മനസ്സുണ്ട്, അല്ലയോ? എല്ലാവരും ഉൾക്കൊള്ളാൻ മനസ്സുണ്ട്. അല്ല, കിരണ് ആസാം സ്വദേശിയാണ്. നാട്ടിൽ വന്ന് 15 വർഷം കൊണ്ട് നാട്ടിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ കിരണിനെ പറ്റി എല്ലാവർക്കും അറിയാം. ഈ നാട്ടിലുള്ള എല്ലാവർക്കും കിരണിനെ പറ്റി അറിയാം, കിരണിൻ്റെ ജോലിയെ പറ്റി അറിയാം. കിരൺ ഭക്ഷണം പാചകം ചെയ്യുന്നതിൻ്റെ ഇഷ്ടം കൊണ്ടാണ് ആളുകൾ കൂടുതലും ഈ കടയിലേക്ക് വരുന്നത്. അതാണ് കിരണിനെ പറ്റിയുള്ള നാട്ടുകാരുടെ താല്പര്യം. എന്തായാലും കിരണിൻ്റെ ഒരു വിശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത്. അപ്പോൾ കിരണിനെ സംബന്ധിക്കുന്ന ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് നാട്ടിൽ നമ്മളെ മലയാളികളെ സംബന്ധിച്ച് മലയാളികൾക്ക് അധ്വാനിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഏത് ദേശത്തുള്ള ആൾക്കാരാണെങ്കിലും മലയാളിക്ക് അധ്വാനിക്കുന്ന ഒരുപാട് ആൾക്കാർ എല്ലാവരും ഇഷ്ടമാണ്. അപ്പോൾ അത്തരത്തിൽ അധ്വാനിച്ച് സ്വന്തമായിട്ട് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന കിരണിനെ പോലുള്ള ഒരുപാട് പേരുണ്ട് വെളിനാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരിൽ ഒരാളാണ് കിരൺ, അല്ലേ? ഇനി നാട്ടിൽ തന്നെ തുടരാൻ ആഗ്രഹം? ഞാൻ ഇവിടെ തന്നെ ഇപ്പോൾ സ്ഥിരം താമസിക്കണം. സ്ഥിരതാമസമോ? നീ ഇവിടുന്ന് പോകുന്നില്ല? കറുകച്ചാലുകാർ പറഞ്ഞു വിടത്തുമില്ല? വിറ്റാലും പോകുന്നില്ല, പറഞ്ഞു വിട്ടാലും പോകുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതെ, കിരൺ ഏറ്റവും കൂടുതൽ ഇഷ്ടം കറുകച്ചാലാന്നാ പറഞ്ഞത്, അല്ലേ? ഏറ്റവും കൂടുതൽ ഇഷ്ടം കറുകച്ചാല. അപ്പോൾ കറുകച്ചാലുകാർ പറഞ്ഞു വിട്ടാലും കിരൺ ഇവിടുന്ന് പോകത്തില്ലെന്നാണ് പറഞ്ഞത്. അതാണ് കിരണിൻ്റെ ഒരു വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. കിരണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന പ്രതീക്ഷയോടെ ബൈ.